എൻ്റെ ഡാൻസ് കരിയറിൽ ഞാൻ ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തൊരു സ്കൂളിലേക്കുള്ള യാത്രയാണിത്. അപ്പോൾ ആലുവയിൽ ഒരു CBSE സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയത്. ആ സ്കൂളാണ് ഈ കാണുന്നത്. അപ്പോൾ ഡാൻസിനായിട്ട് പ്രത്യേക ഒരു റൂം ഉണ്ടായിരുന്നു. ഇതാണ് ആ ഡാൻസ് റൂം. 3ാമത്തെ നിലയിലാണ് ഈ ഒരു ഡാൻസ് റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ അവറിനും കുട്ടികളെ ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഡാൻസ് പഠിപ്പിച്ചിരുന്നത്. ഞാൻ പോകുന്ന സമയത്ത് ഭയങ്കര മഴയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അപ്പോൾ ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു. അത് സംസ്ഥാനത്തിൽ മൊത്തത്തിലുള്ള ഡാൻസ് യൂണിയൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ അവളുടെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഗ്രൂപ്പിലും കാര്യങ്ങളിലും ഒന്നുമില്ല, മുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഈ ഒരു ബ്യൂട്ടി ഫീൽഡിലേക്കും കൂടി വന്നപ്പോൾ ഞാനായിട്ട് തന്നെ ലെഫ്റ്റ് അടിച്ച് പോയതാണ്. എനിക്ക് ഈ വക കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ കാണാനും കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാമെന്നെങ്കിലും എൻ്റെ ലൈഫിൽ അത് വന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിന് കുറേ സ്ട്രഗിൾ ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവിടെ. കുറച്ച് നാളെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷൻസ് ദൈവം കൊടുത്തു തരുമല്ലോ. അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെ ഒരു മേക്കപ്പ് വർക്കാണ് എൻ്റെ ഫ്രണ്ടിന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഭരതനാട്യത്തിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ശരിക്കും ഡാൻസ് മേക്കപ്പ് ചെയ്യില്ല. ഡാൻസ് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനത് ബ്രൈഡലിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് ഈ ഒരു ഡാൻസിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ല. പറയുമ്പോൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്, എനിക്ക് ഈ ഒരു മേക്കപ്പ് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സെൽഫ് മേക്കപ്പ് ചെയ്യുമ്പോഴും ഞാൻ ബ്രൈഡലിൻ്റെ യൂസ് ചെയ്യുന്ന സെയിം പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രൊഡക്ട്സ് തമ്മിൽ നല്ലോണം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്ത് ഫുൾ സപ്പോർട്ടിനും ഞാൻ ഉണ്ടായിരുന്നു, അതായത് ഞാൻ ചെയ്തില്ല. പിന്നെ എനിക്ക് അവിടെ നിന്ന് തന്നെ വേറൊരു വർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് ഹെയർ സ്റ്റൈൽ ഇതൊക്കെ പഠിച്ച കാരണം ഞാൻ ഭരതനാട്യമൊക്കെ പഠിച്ച് ഞാൻ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കറിയാം ഹെയറൊക്കെ എങ്ങനെ കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിന്നുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ വർക്കിലും അതുതന്നെയായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ഒരു സ്കൂളിൽ ജഡ്ജ്മെൻറ്റും കിട്ടിയിരുന്നു. അത് സ്കൂൾ ഫെസ്റ്റ് ആയിരുന്നു. CBSE സ്കൂളിൽ ഫസ്റ്റ് ഒരു ഫെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷമാണ് അവരെ സഹോദയ കലോത്സവത്തിനൊക്കെ കൊണ്ടുവരിക. അതിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കലോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നത്തെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ട്രെയിനിലാണ് ഞാൻ ആലുവയിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് ട്രെയിൻ കയറാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയതിന് ശേഷം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് പഠിച്ചത്. എനിക്ക് ട്രെയിനിൻ്റെ ABCD അറിയില്ല, ഭയങ്കര പേടിയായിരുന്നു. ചേച്ചീനായിട്ടാണ് പോയതും വന്നതൊക്കെ. അപ്പോൾ അവളാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ശരിയാവുന്നതാണല്ലോ. അപ്പോൾ ശരിയായി. അങ്ങനെ പോയി വന്നിട്ടുള്ള ദിവസമാണ്. അത് ക്ലാസ്സിൽ കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ അവർ കിട്ടുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു വാക്ക് അനുസരിക്കാത്തതുകൊണ്ട് ഞാൻ അവർക്ക് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കും. അങ്ങനെ ആക്ടിവിറ്റി കൊടുത്തതാണ് അത്, പേപ്പർ. അപ്പോൾ ഇവരൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. നമുക്കൊരു ദിവസം മൺഡേ ആണെങ്കിൽ ഒരു 7 അവർ വരെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും FA. അതിൽ നമുക്ക് ഡാൻസ് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് മാത്രം ഡാൻസ് പഠിപ്പിച്ചാൽ മതി. പക്ഷേ അതൊരു ലോഡ് കുട്ടികളുണ്ടാവും. 7 അവർ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഇല്ലാതെ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇടവിട്ടിട്ട് 1 അവറാണ്. അതൊരു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ഷോ. ഞാൻ സാരി എടുത്തിട്ടാണ് ഡാൻസ് ക്ലാസ്സിൽ സ്കൂളിൽ പോയിരുന്നത്. അപ്പം ആസ് എ ഡാൻസ് ടീച്ചർ എനിക്ക് ടീച്ചർ എന്നുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സാരി എടുക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് സാരി. ഞാൻ ചുരിദാർ യൂസ് ചെയ്യില്ല. എനിക്ക് അത്രയും എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ടായിട്ടുള്ളൊരു സമയം വന്നാൽ മാത്രമാണ് ഞാൻ ചുരിദാർ ഇടുള്ളൂ. എനിക്ക് ചുരിദാറില്ല. അപ്പോൾ ഭയങ്കര എമർജൻസി കേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചുരിദാർ വെച്ചിരുന്നു. അത് ഞാൻ ഇടുന്നുണ്ട് ഒരു ദിവസം. അങ്ങനെ എൻ്റെ സാരികളിലാണ് ഇതൊക്കെ. എൻ്റെ അല്ല, അമ്മയുടെയാണ്. അമ്മയുടെ പഴയ സാരികൾ ഞാൻ ഓരോരോ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ആണ് ഉടുത്തിരുന്നത്. ഇതിലിടുന്ന എല്ലാ ബ്ലൗസും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യും. മെയിനായിട്ട് ബ്ലൗസും ചുരിദാറും മാത്രമാണ് തയ്ക്കുക. പക്ഷേ ബ്ലൗസിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അമ്മയുടെ പഴയ സാരികളാണ്. ഞാൻ അവിടെ കുറച്ച് നാളെ വർക്ക് ചെയ്തുള്ളൂ. എനിക്ക് അത്രയും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ലൈഫിലെ ലെസൺസ് നമ്മൾ
തിരിച്ചറിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം എന്ന് വെച്ചാൽ ഒരു ഹീലിംഗ് പ്രോസസ്സായിരുന്നു. എനിക്ക് കിട്ടിയ മുറിവുകളൊക്കെ ഉണങ്ങാനുള്ളൊരു സമയമായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ലൈഫിലുള്ള എല്ലാം എക്സ്പീരിയൻസ് ചെയ്യല്ലോ, അതേപോലെ ആ ഒരു സ്കൂളും ആ ഒരു സ്ഥലവും മൊത്തത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. എനിക്ക് സിംഗിൾ റൂമിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഫെസിലിറ്റി ഒന്നുമില്ല, അറ്റാച്ച്ഡ് ബാത്റൂം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലെ കാര്യങ്ങൾ വഴിയെ പറയാം. ഇതാണ് ഞാൻ ചുരിദാർ ഇട്ടിട്ടേ. ഇത് ശനി ഞായറും ഞാൻ എല്ലാ ആഴ്ചയൊന്നും ഞാൻ വീട്ടിൽ പോയിരുന്നില്ല. അങ്ങനെയുള്ളൊരു ഞായറാഴ്ചയാണത്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരുന്നു. അപ്പം ഇതിൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാണ്. അവിടെയുള്ള സമയത്ത് ആലുവ തന്നെ സൗത്ത് വാഴക്കുളമാണ് അവളുടെ വീട്. നല്ല രസമായിരുന്നു അവളുടെ വീട്ടിലേക്ക് പോകാൻ. ഇത് കാടല്ല, ഇതൊരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ അത് കടന്നിട്ടാണ് അവളുടെ വീട്ടിലേക്ക് പോയത്, ഷോർട്ട് കട്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റിയാണ്, ഞങ്ങൾ മേക്കപ്പിന് ഒരുമിച്ചാണ് കോഴ്സ് ചെയ്തത്. അപ്പോൾ അവിടെ വരെ പോയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയ ദിവസമാണ്. ഇത് അവളുടെ കുഞ്ഞല്ല, അവളുടെ താത്തയുടെ മോനാണ്. അതിന് ഞങ്ങൾ ഇതേപോലെ ഫ്രണ്ട്ഷിപ്പ് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസാണിത്. എടുത്തു തന്നത് അവളുടെ താത്ത തന്നെയായിരുന്നു. എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു എൻ്റെ കുട്ടപ്പൻ, അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കുട്ടി. അപ്പോൾ എപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഒരു പ്രത്യേക വൈബാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു പിരിഞ്ഞു. ഞാൻ നിൽക്കാൻ വേണ്ടി പോയതല്ല, ജസ്റ്റ് ഒന്ന് പോയി പോന്നു. അപ്പോൾ ഇതാണ് സ്കൂളിലൊരു ദിവസം. സ്കൂൾ വിട്ടതിന് ശേഷം ഒരു മീറ്റിംഗ് ഉള്ള ദിവസം, പ്രിൻസിപ്പൾ ലീവായ ദിവസം ഞാൻ പോയിട്ട് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് FA അവർ, ലാസ്റ്റ് അവറാണ്. ഇതിൽ 6th 7th 8th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ വന്നിട്ടാണ് ചെയ്യുക. അവർക്ക് ഞാൻ ക്ലാസിക്കൽ ഡാൻസാണ് എടുക്കുന്നത്, ക്ലാസിക്കലിൻ്റെ ബേസിക്സ്, പിന്നെ സിനിമാറ്റിക്, കഥക്ക്, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക്സ് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കുട്ടികൾ എക്സസൈസ് ചെയ്യുന്നതാണ്, അവർക്ക് ബട്ടർഫ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കും. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം തലേ ദിവസം എനിക്ക് ഒട്ടുക്കത്തെ പനിയായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അവർ മാത്രമേ എനിക്ക് ഫ്രീ കിട്ടിയുള്ളൂ. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് കുട്ടികളെ പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് കൊടുക്കാനുണ്ടായിരുന്നു. ഇതൊരു ഡാൻസാണ്, ഇത് ഡാൻസ് പ്ലസ് ഒരു സ്കിറ്റാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡാൻസ് ചെയ്തതൊക്കെ ഞാൻ യൂട്യൂബിൽ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ നടുക്ക് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഭാരത മാതാവ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഓപ്പൺ ഓഡിറ്റോറിയം. 4ാമത്തെ നിലയിൽ ഓഡിറ്റോറിയം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് പ്രോഗ്രാം ചെയ്താൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് August 14th പ്രോഗ്രാം, 15th പബ്ലിക് ഹോളിഡേ ആണല്ലോ. അപ്പോൾ ഇതായിരുന്നു അവരുടെ വെൽക്കം ഡാൻസ്. ഇവർക്ക് ഈ മന്ത് തന്നെ ഒരു യൂത്ത് ഫെസ്റ്റിവലുള്ള കാരണം എമൗണ്ട് ഒന്നും മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം സിമ്പിളായിട്ട് അവർ തന്നെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്തിട്ട് കളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാണ് അവരുടെ വെൽക്കം ഡാൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭാരത മാതാവ് ലേറ്റായിട്ട് 3 ഡാൻസ് പ്രോഗ്രാമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഭാരത മാതാവ് വരെ ലേറ്റായിട്ട് അവൾ വന്നു. അങ്ങനെ സെക്കൻഡ് അവരുടെ പെർഫോമൻസ് കയറി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭാരത മാതാവ് ഇത് എൻട്രി ചെയ്തു. അതിന് സ്കിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഒരു ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്കിറ്റാണ് തുടങ്ങുന്നത്. ഇതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യിപ്പിച്ച 3 പ്രോഗ്രാമും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അവർ ഹാപ്പിയായി, കണ്ടവർ ഹാപ്പി ആയിരുന്നു. എൻ്റെ പ്രോഗ്രാം ഞാൻ ചെയ്തതാണ്. ഞാൻ സ്കൂളിൽ ചെന്ന് ഫസ്റ്റ് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളവിടെ ചെയ്യുന്ന പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ആ സ്കൂളത്തെ ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് അതെല്ലാം നടന്നു, കുട്ടികൾ ചെയ്തു. എനിക്ക് കുട്ടികൾ അങ്ങനെ കൈ കിട്ടാത്തതുകൊണ്ട് അവർക്ക് പ്രാക്ടീസിന് കുറവുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കുട്ടികൾ. ഇവരായിട്ട് ഞാൻ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് LKG-കാർക്ക് പ്രത്യേക സെഷനായിട്ടാണ് പ്രോഗ്രാം വെച്ചിരുന്നത്. അതായത് ഓഡിറ്റോറിയത്തിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഡിറ്റോറിയം ഗ്യാപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ 2 സെഷനായിട്ട് LKG കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം നടത്തി. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് പോവാണ്. ഇത് ഹോസ്റ്റലിലെ ചേച്ചിയാണ്, എൻ്റെ റൂംമേറ്റ് അല്ല, ഞാൻ ഒറ്റയ്ക്കാണ് റൂമിൽ, അപ്പുറത്തെ റൂമിലെ ചേച്ചിയാണ്. അങ്ങനെ വേറൊരു സ്കൂളിലൊരു മിസ്സിനായിട്ട് ഞങ്ങൾ പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയ ദിവസമാണത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സ്ഥലം കാലടിയിൽ ഞാൻ പഠിച്ച കോളേജാണിത്. ഇതെല്ലാം ഇഷ്ടപ്പെട്ട സ്ഥലം. അതിൻ്റെ ബാക്കിലുള്ളൊരു അമ്പലമാണിത്, പുത്തൻകാവ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു പീസ് പ്ലേസ് എന്ന് പറയാം. ഞാൻ ഈ ഒരു വഴിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കയറാതെ പോവില്ല. ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേന്ന് കേട്ടോ. എൻ്റെ അപ്പുറത്തെ റൂമിലെ നേരത്തെ കണ്ട ചേച്ചിയുടെ കൂടെയുള്ള വേറൊരു ചേച്ചിയാണ്. ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് കമ്പനി ആയിട്ടുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ഇനി സ്കൂളിൽ നിന്ന് വരുന്ന വഴി കാണിച്ചു തരാം. ഇതാണ് സ്കൂളിൽ നിന്ന് വരുന്ന വഴി. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ലുക്ക് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. ആ സമയം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേന്നാണ് ഞാൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് പോരുന്നത്. അപ്പോൾ
ആ വരുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ ആ റോഡിലൊന്നും അധികം ആൾക്കാരില്ല. ഞാൻ ലീവ് എടുത്ത് പോകുന്നതാണ്, എനിക്ക് വയ്യാതെ. അപ്പോൾ അതാണ് സ്കൂളിലേക്കുള്ള വഴി. ഇതാണ് ഞാൻ താമസിച്ചിരുന്ന വീട്. ആ വീട്ടിൽ ഞാൻ പേയിങ് ഗസ്റ്റായിട്ടാണ് താമസിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്. ഇത് ബസ് പോകുന്ന റൂട്ടാണ്. ഇത് എൻ്റെ റൂമിൽ ഞാനൊരു ദിവസം കോലുമിഠായി എത്രയും കഴിക്കാൻ കൊതിയായിട്ട് മേടിച്ചിട്ട് വന്നിട്ട് കഴിച്ചു. അപ്പം ആ ഒരു വീടിന് 3ാമത്തെ നിലയിലാണ് ഞാൻ ആദ്യം ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു റൂമാണിത്. അതൊരു ഹോളും 2 റൂംസും ആയിട്ടാണ്. അപ്പം ഞാൻ താമസിച്ചിരുന്ന ആ ഒരു സ്പേസ് ആദ്യം ഇതായിരുന്നു. ഇവിടെ എനിക്ക് പറ്റാതെ 3 നില കയറി ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് താഴെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു റൂം എനിക്ക് തന്നത്. അത് 6000 കൊടുത്തിട്ടാണ്. പക്ഷേ ഞാൻ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, ടേബിൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു, കുറച്ച് കഴിയുമ്പോൾ മാറാന്നുള്ള രീതിക്ക്. ഇതാണ് ഞാൻ വന്ന ദിവസമാണ്. ഈ റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ കാണിച്ചത് അപ്പുറത്തെ വേറെ റൂമിലെ ഈ കണ്ണാടി നോക്കുന്നതാണ് ഞാൻ. ഇതവിടുത്തെ ബാത്റൂം. അപ്പോൾ ഇവിടെ എനിക്ക് വാഷിംഗ് മെഷീനും ഫെസിലിറ്റി ഉണ്ട്, വൈഫൈ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് എടുത്തൊരു ബുക്കാണ് ആരാച്ചാൽ. പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. എനിക്ക് തുടക്കം വായിച്ചപ്പോൾ കണക്റ്റ് ആയില്ല. കെയർ മീരയുടെ വലിയ ഫാന്, പക്ഷെ എനിക്ക് ആ ബുക്ക് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡയറി എഴുത്ത് എൻ്റെ സ്വഭാവമായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഡയറി എഴുതിയിരുന്നു. ഇതൊരു ഞായറാഴ്ച അവിടെ ഈ ഒരു പൂച്ച ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ്, പക്ഷെ എനിക്ക് അതിന് ഇഷ്ടമല്ല. പിന്നെ അവിടെ ഞാൻ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയിരുന്നു. ഫേമസ് ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ പോയി. ഇത് ജഡ്ജ്മെൻ്റ് ഡേ. ഇതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയാണ്. ഞാൻ ഈ ഒരു ആലുവ സ്റ്റോറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടതാണ്. കാരണം കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, സ്പേസ് ഇല്ലാതെ. അങ്ങനെ ആലുവയിലെ ദിവസങ്ങൾ ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു പ്രോഗ്രാം. അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കഥകളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിരുന്നു ഞാൻ. ഇതൊക്കെ എൻ്റെ സ്റ്റോറികളാണ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഞാൻ അവിടുത്തെ ലൈബ്രറി ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബുക്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കംപ്ലീറ്റ് ആക്കി വായിച്ചൊരു ബുക്കാണിത്. ഹാഫ് ഗേൾ ഫ്രണ്ട് സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ സിനിമ പോയിട്ട് കണ്ടിരുന്നു. അങ്ങനെ എൻ്റെ സ്റ്റോറികളൊക്കെ ഭയങ്കര തമാശയായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വന്ന ദിവസം 2-3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ ഞാൻ സ്റ്റോറി എടുത്തിട്ടതാണ്. ഇത് അപ്പുറത്തെ റൂമിൻ്റെ ജനൽ വ്യൂ ആണ് കേട്ടോ. എൻ്റെ റൂമും ജനലും തുറക്കാൻ പറ്റില്ല, അപ്പുറത്ത് വലിയ ബിൽഡിങ്ങാണ്. ഞാൻ ഭയങ്കര മഴ കത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. ഇതൊക്കെ ഞാനെടുത്ത ബുക്സാണ്. അങ്ങനെ എൻ്റെ കുട്ടപ്പനെ മീറ്റ് ചെയ്യുന്നതാണ്. ഞാൻ അവളുടെ വീട്ടിൽ പോയത് 2ാമതാണ്. ആദ്യം ഞാൻ ആലുവയിൽ ചെന്നിട്ട് അവളെ കാണാൻ പോയ ദിവസമാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീട് കാണാൻ പോയിരുന്നു, എനിക്ക് പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. ഇതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ ആ ഞായറാഴ്ച കണ്ട പൂച്ച. ഇതാണ് ഞാൻ താമസിക്കുന്ന അപ്പുറത്തെ റൂമിലെ 2 ചേച്ചിമാർ. നല്ല ചക്കര ചേച്ചിമാരാണ്. അപ്പം ഞാനവിടെ ചെന്നിട്ടുണ്ടായിരുന്ന ഒരു സെലിബ്രേഷനാണ്. ആ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഭയങ്കര ഫിനാൻഷ്യൽ ടൈറ്റിലായിരുന്നു, സ്നേഹം മാത്രം. ഇതാണ് 1 to 1000 വരെ ഞാൻ എഴുതിപ്പിച്ച ആ ഒരു പേപ്പേഴ്സ്. നേരത്തെ ചെറുതായിട്ടല്ലേ കണ്ടോളൂ. ഇത് അവിടെ പോയിട്ട് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ്, ദേവീക്ഷേത്രമായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് പോയത്. ഇതെൻ്റെ ചേച്ചിയും ചേട്ടനും അവിടേക്ക് വന്ന ദിവസം. ചേച്ചിയുടെ ഹസ്ബൻഡാണത്. അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പനി വന്നിരുന്നു. അതിന് ഞാൻ നാട്ടിലേക്ക് വന്നു, മെഡിക്കേഷനൊക്കെ എടുത്തു, വീണ്ടും തിരിച്ചു പോയി. ആ തിരിച്ചു പോയ സമയത്താണ് അവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഞാൻ പിന്നെ ഇൻസ്റ്റയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റോറി ഇടായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് കിട്ടുമല്ലോ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസാണ് എൻ്റെ കുട്ടികൾ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് വരുന്ന ദിവസം. അതിനിടയ്ക്ക് ഞാൻ സിംഗിൾ റൂമായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ ആ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന പെൺകുട്ടി എൻ്റെ കൂടെ റൂമിൽ ഷെയർ ചെയ്തിരുന്നു. ഞാൻ പോകാനായതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഹിന്ദിക്കാരി കുട്ടിയായിരുന്നു, അവൾ എന്നേക്കാൾ മുന്നേ പോയി. അപ്പോൾ ഞാനൊരു ഊബറൊക്കെ വിളിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തിട്ട്. എൻ്റെ ചേച്ചി വന്നിരുന്നു എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്, ലഗേജ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ബുക്കൊന്നും ചെയ്തില്ല, പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ബുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ട്രെയിനിലിരിക്കുകയാണ്. ആ ഒരു ആലുവയിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. കാരണം എനിക്കിനി തിരിച്ചു വരാൻ ആഗ്രഹമില്ലാത്ത രീതിക്ക് ആ നാടും ആ സ്കൂളും
പിന്നെ അവിടെ ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാരും എനിക്ക് ഭയങ്കര മെമ്മറബിളായിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലോട്ടാണ് ഞാനിനി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായ എല്ലാ മുറിവുകളും ഉണങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ നാട്ടിൽ നിന്ന് കുറച്ച് നാൾ വിട്ട് നിൽക്കണം. ഈ നാട്ടിൽ നിന്നല്ല, ഇനി ഇങ്ങോട്ടേക്കൊരു തിരിച്ചു വരും എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ സ്റ്റോറി, ആലുവ സ്റ്റോറി. ഞാൻ ഡാൻസ് ടീച്ചറായിട്ട് ആലുവയിൽ വർക്ക് ചെയ്ത സമയം. ഇതെൻ്റെ ആദ്യത്തെ സ്കൂളല്ല, ഞാൻ മുന്നേയും സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ റെഗുലറായിട്ട് ഫസ്റ്റ് ടൈമാണ്. ഞാൻ എവിടെ പോയി വർക്ക് ചെയ്താലും കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് എൻ്റെ ഓടിയെത്തും. ഞാൻ ചേച്ചിയുടെ മടിയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജനൽ വിൻഡോ സൈഡിൽ കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിരുന്നു തിരിച്ചുള്ള യാത്ര. ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറുന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. ട്രെയിനിൽ കയറാൻ ഇഷ്ടമല്ലായിരുന്നു ഞാനാണ് ഇങ്ങനെ ഇരുന്ന് ട്രെയിൻ ആ ഒരു യാത്ര എൻജോയ് ചെയ്യുന്നത്. എന്നെ മറക്കാനാവാത്തൊരു ജേണി ആയിരുന്നു അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.